നമസ്കാരം. ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിലുള്ള ഒരു ബസാറിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. 5-10 വർഷമല്ല 600 വർഷം പഴക്കമുള്ള ഈജിപ്തിലെ വലിയൊരു മാർക്കറ്റാണിത്. ഇത്രയേറെ വർഷമായിട്ടും ഇപ്പോഴും വളരെ സജീവമായി ഈ മാർക്കറ്റ് പ്രവർത്തിക്കുന്നു. ഇസ്ലാമിക് വാസ്തുവിദ്യയിൽ നിർമ്മിച്ച വലിയൊരു പ്രവേശന കവാടത്തിലൂടെയാണ് ഖാൻ എൽ ഖലീലി ബസാറിലേക്ക് കയറേണ്ടത്. കെയ്റോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ മാർക്കറ്റ്. അതുമാത്രമല്ല, ഈജിപ്തിൻ്റെ കൊമേഴ്ഷ്യൽ കൾച്ചറൽ ഹെറിറ്റേജ് കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഇവിടം. 1382 മംലൂക്ക് ഭരണാധികാരിയായ എമിർ ജഹാക്സ് എൽ ഖലീലിയാണ് ഈ ഓപ്പൺ എയർ ബസാർ സ്ഥാപിച്ചത്. മധ്യകാല ഇസ്ലാമിക് ഡിസൈനാണ് ബസാറിന് നൽകിയിരിക്കുന്നത്. തുടക്കത്തിൽ വ്യാപാരികൾക്കും സഞ്ചാരികൾക്കും വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം എന്ന നിലയിലാണ് ഈ മാർക്കറ്റ് നിർമ്മിച്ചത്. എന്നാൽ കാലക്രമേണ ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യാപാരികളെയും സഞ്ചാരികളെയും ആകർഷിക്കുന്ന വലിയൊരു മാർക്കറ്റായി മാറി. ടൂറിസ്റ്റുകളും ഈ നാട്ടുകാരുമൊക്കെയായി നിരവധി ആളുകളാണ് ദിവസേന ഇവിടേക്ക് എത്തുന്നത്. ബസാറിൻ്റെ യഥാർത്ഥ വൈബ് അറിയണമെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഇങ്ങോട്ട് വരണം. കച്ചവടക്കാരും കാഴ്ചക്കാരും റെസ്റ്റോറൻറ്റുകളുമൊക്കെയായി കളർഫുള്ളാണ് ഇവിടുത്തെ വൈകുന്നേരം തൊട്ട് അർദ്ധരാത്രി വരെ നീളുന്ന സമയം. എന്നാൽ വലിയ തിരക്കൊന്നുമില്ലാതെ കാഴ്ചകൾ കാണാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാവിലെ വരുന്നതായിരിക്കും നല്ലത്. ഇട റോഡുകളൊക്കെയുള്ള കല്ലുപാകിയ അത്യാവശ്യം വലിയൊരു മാർക്കറ്റാണിത്. ഇടുങ്ങിയ വഴിക്ക് ഇരുവശത്തുമായാണ് ഇവിടെ കടകളെല്ലാം പ്രവർത്തിക്കുന്നത്. ഈജിപ്തിലെ പരമ്പരാഗത കരകൗശല വസ്തുക്കൾ, സുവനീറുകൾ, ആഭരണങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങി നിരവധിയായ സാധനങ്ങൾ ഇവിടെ കടകളിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അലങ്കാര വിളക്കുകളാണ് ഇവിടുത്തെ ഒരു പ്രധാന വിൽപ്പന വസ്തു. കളർഫുള്ളായ കൊത്തുപണികൾ ചെയ്ത വലുതും ചെറുതുമായ നിരവധി അലങ്കാര വിളക്കുകളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലെ തോന്നിക്കുന്ന ചില ലാമ്പുകളൊക്കെ ഇവിടെ കാണാം. ഇവിടെ ഈജിപ്തുമായി ബന്ധപ്പെട്ട നിരവധി ചെറിയ ശില്പങ്ങളാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. മിക്ക സുവനീർ ഷോപ്പുകളിലും ഇത്തരം പ്രതിമകൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. മാർക്കറ്റിനുള്ളിലൂടെ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നടക്കുകയാണ്. ബെല്ലി ഡാൻസിനൊക്കെ ഉപയോഗിക്കുന്ന തരം ഡ്രസ്സുകളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആഭരണങ്ങളും കപ്പുകളും കരകൗശല വസ്തുക്കളുമൊക്കെ വെച്ചിരിക്കുന്നു. കുറച്ചു ദൂരമേ മാർക്കറ്റിനുള്ളിലൂടെ നടന്നിട്ടുള്ളൂ എങ്കിലും ബാക്കി നടത്തം എന്തെങ്കിലും കുടിച്ചിട്ടാകാമെന്ന് കരുതി. ഇവിടെ മാർക്കറ്റിനുള്ളിൽ തന്നെ ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. നല്ല ഈജിപ്ഷ്യൻ വിഭവങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഞങ്ങൾ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിലെ ടേബിളിന് ചുറ്റും ഇരുന്നു. ഞാനൊരു ഗ്രീൻ ടീയും ഫലാഫലുമാണ് ഓർഡർ ചെയ്തത്. ഇതെന്നാ ടീയാ? ഇത് ഹിബിസ്കസ് ടീ. ബസ്കസ് ടീ. അതായത് ചെമ്പരത്തി അല്ല, അതൊരു വേറൊരു പൂ തന്നെയാണ്, പക്ഷെ ഒരു പുളിയാണ്, ചൂടുള്ള പുളി. സൽമാൻ ഖാൻ. ചായയ്ക്ക് പുറകെ ഞാൻ ഓർഡർ ചെയ്ത ഫലാഫലും വന്നു. ഫലാഫലിനൊപ്പം ഒരു പ്ലേറ്റ് സാലഡും തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഫലാഫൽ വട പോലെയാ. വടാഫലാണ്. വടാഫൽ നടുക്കൊരു തുളയൊക്കെ ഉണ്ട്. സാധാരണ നമുക്ക് ദുബായി കിട്ടുന്ന ഫലാഫൽ പോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അങ്ങനെ മാർക്കറ്റിലെ കാഴ്ചകളും കണ്ട് ചായ കുടിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ തൊട്ട് സൈഡിലൂടെ ഒരു വലിയ ബസ് വന്നത്. ടൂറിസ്റ്റുകളുമായി വന്ന ബസ്സായിരുന്നു അത്. വലിയ ബസ്സൊക്കെയാണ് ചെറിയ വഴി കൂടെ മാർക്കറ്റിനകത്തോടെ കൊണ്ടുവരുന്നത്. വിയറ്റ്നാമിലെ ട്രെയിൻ സ്ട്രീറ്റ് പോലെ ബസ് സ്ട്രീറ്റ് ആണെന്ന് തോന്നുന്നത്. ചായ കുടിച്ച് വീണ്ടും മാർക്കറ്റിലെ കാഴ്ചകൾ കണ്ടു നടക്കുകയാണ്. വ്യത്യസ്ത ഇനം ഉണങ്ങിയ ഈന്തപ്പഴങ്ങളാണ് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഈന്തപ്പഴം കൂടാതെ വാൾനട്ടും ഹേസൽനട്ടും പിസ്തയും ഉണ്ട് ഇവിടെ. പല നിറത്തിലും വലിപ്പത്തിലുമുള്ള ഹുക്കകളും ബസാറിലെ പ്രധാന കച്ചവട വസ്തുവാണ്. ഡ്രൈ ഫ്രൂട്ട്സും സ്പൈസസും ഒക്കെ വിൽക്കുന്ന മറ്റൊരു കടയാണിത്. പിസ്ത, വാൾനട്ട്, കാഷ്നട്ട്, ഈന്തപ്പഴം, ഉണക്കമുന്തിരി, ഹിബിസ്കസ് തുടങ്ങി ഒട്ടുമിക്ക സാധനങ്ങളും ഈ കടയിലുണ്ട്. ഇതുപോലെ നിരവധി കടകളാണ് ഈ മാർക്കറ്റിനുള്ളിലുള്ളത്. അതുപോലെ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും വലിയൊരു ശേഖരമാണ് ഈ ബസാറിലുള്ളത്. പർദ്ദകൾ, കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ, വെസ്റ്റേൺ ഡ്രസ്സുകൾ തുടങ്ങി എല്ലാ തരത്തിലുമുള്ള വസ്ത്രങ്ങളും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ആഭരണങ്ങളുടെയും വലിയൊരു ശേഖരമുണ്ട് ഇവിടെ. വളകൾ, മാലകൾ, ചെയിനുകൾ, മോതിരങ്ങൾ തുടങ്ങി എല്ലാത്തരം ആഭരണങ്ങളും ഇവിടെ ലഭിക്കും. അതിൽ തന്നെ ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സിനായി പ്രത്യേകം ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. പെർഫ്യൂം ഷോപ്പുകളാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം. ഇവിടെ നമുക്കിഷ്ടപ്പെട്ട സ്മെല്ലനുസരിച്ച് പെർഫ്യൂം മിക്സ് ചെയ്ത് നൽകുന്ന കടകൾ വഴിയോരത്ത് കാണാം. അതുപോലെ സാൻഡ് ആർട്ട് ചെയ്യുന്ന ചെറിയ ഷോപ്പുകളും ഇവിടെയുണ്ട്. നോവലുകളിലൊക്കെ സ്ഥാനം പിടിച്ചിട്ടുള്ള വളരെ പോപ്പുലറായ ഒരു ഇടം കൂടിയാണ് ഈ മാർക്കറ്റ്. ഈജിപ്ഷ്യൻ എഴുത്തുകാരനായ നഗിബ് മഹ്ഫൂസിന്റെ മിത്താഖ് അലി എന്ന നോവലിൽ ഖാൻ എൽ ഖലീലിലെ ഒരു ഇടവഴിയാണ് പശ്ചാത്തലമാക്കിയിരിക്കുന്നത്. കൂടാതെ അമേരിക്കൻ എഴുത്തുകാരനായ നീൽ സ്റ്റെഫൻസൺ തന്റെ ബറൂക്ക് സൈക്കിൾ എന്ന പരമ്പരയിലെ രണ്ടാമത്തെ പുസ്തകമായ ദ കൺഫ്യൂഷൻ എന്ന നോവലിലെ നിർണായക സംഭവങ്ങൾ ഖാൻ എൽ ഖലീലിലെ വിശ്രമ സ്ഥലത്താണ് നടക്കുന്നത്. മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഇനി ഭക്ഷണം കഴിക്കണം. നന്നായി വിശന്നു തുടങ്ങിയിട്ടുണ്ട്. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ റോഡിലൊക്കെ വണ്ടികളും ആളുകളുമൊക്കെയായി അത്യാവശ്യം തിരക്കുണ്ട്. അങ്ങനെ നടന്ന് ഒരു ഷവർമ കടയുടെ അടുത്തെത്തി.
ഇതാണ് ഈജിപ്ഷ്യൻ ഷവർമ. ബണ്ണാണ് കേട്ടോ, ബണ്ണിന് ഇറക്കി വെച്ചിരിക്കുകയാണ്. നല്ലതാ. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.